പലതരത്തിലുള്ള ആനുകൂല്യമുള്ളവരും പാർട്ടിയുള്ളവരും പ്രസ്ഥാനമുള്ളവരും കാശുള്ളവരും ഒക്കെ അത് ഈ മത്സരത്തിൽ ഞാൻ തോറ്റ് കർത്താവേ. ആ മനുഷ്യൻ പറയണത് കേൾക്കാൻ ഭയങ്കര സങ്കടം വന്നു. ഞാൻ തോറ്റ് കർത്താവേ, മത്സരിക്കാനും ആവതുമില്ല. ബൈസ്റ്റാൻഡറായിട്ടുണ്ടായിരുന്ന വൈഫും പോയി മരിച്ചു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ഡെഡ് ബോഡിയും മരവിച്ച ശരീരം. ഈശോ ചൂസ് ചെയ്യണ പ്രോജക്റ്റ് ഭയങ്കര രസമാണ്. അവിടെ ഇത്തിരി ആപതുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ വൈദ്യക്ഷീണക്കാരും എല്ലാ തലക്ക് വേദനയുള്ളവരും ഭ്രാന്തന്മാരും ഒക്കെ എല്ലാ കേസും ഇവിടെ ഉണ്ട്. ഇവനെ സംബന്ധിച്ചത് നോബഡിയാണ്. അവര് പറയുകയും ചെയ്ത് എനിക്ക് ഞാൻ ഈ മത്സരത്തിൽ തോറ്റു, ഞാൻ നിർത്തി, ഇവിടെ കിടന്ന് ചത്തുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക, അല്ല വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് പഴയകാരൻ നീ എണ്ണെന്ന് പറയുന്നില്ലേ 43:9 ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് തരൂ. നിന്റെ പുതിയ കാര്യമാണ് കർത്താവിന്റെ കൃപയും കർത്താവും. ശ്രുതിയുടെ ഹല്ലേലൂയ. എന്റെ മക്കളെ, അത് നിനക്ക് എളുപ്പം കിട്ടാനുള്ള മാർഗമാണ് അമ്മ. കർത്താവ് ഒരു കാര്യം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2027 അമ്മ ഉടനെ അലോട്ട്മെന്റ് ഉണ്ടാകുന്ന നോക്കും. അത്രേ ഉള്ളൂ. അലോട്ട്മെന്റ് ഉണ്ടാകുന്ന നോക്കും. അലോട്ട്മെന്റ് നോക്കുമ്പോൾ 2027 കല്യാണം അല്ലെങ്കിൽ വസ്തു വിൽപ്പന. അമ്മ 27 മാറ്റിയിട്ട് 17 വെക്കും, തിരുത്തും. ഭയങ്കര പവറാ. ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ള ഡേറ്റ് മാറ്റിക്കളയും. അപ്പോഴും ഈശോ പറയും ഡേറ്റ് ആയിട്ടില്ലല്ലോ അമ്മേ, മിണ്ടതില്ല. ഈശോയുടെ സമയം തിരുത്തി കുറിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്. പുതിയ നിയമം സമയമായിട്ടില്ല എന്ന് കാനായിലെ കല്യാണത്തിൽ പറയുമ്പോൾ സമയം അമ്മ തീരുമാനിക്കും. കാര്യം അപ്പായുമായിട്ടുള്ള ബന്ധമാണിത്. അതുകൊണ്ടാണ് ഈശോ ആദ്യം കയറി ആ വിഷയത്തിൽ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാൻ. കാര്യം പണ്ട് അപ്പായുടെ അഭിമാനം നഷ്ടപ്പെട്ടൊരു കാലത്ത് അപ്പ മനസ്സിൽ പറഞ്ഞു, ഞാൻ നിന്നെ അവനെ സ്നേഹിച്ചതേ ഉള്ളൂ, എല്ലാം കൊടുത്തു, അപ്പാനെ വരെ കൊടുത്തു. അങ്ങനെ അവിടെ കൂടെ സഞ്ചരിക്കാൻ വരെ തുടങ്ങി. അങ്ങനെ ഒരു കാലത്ത് ഒരു മുടക്കമില്ലാത്ത പിശാച് പറഞ്ഞപ്പോൾ ആ വിചാരത്തിൽ ഇവള് അപ്പാനെ മറന്നു കളഞ്ഞ്. അപ്പോഴ് അപ്പാ പറഞ്ഞ്, എന്തെല്ലാം പ്രലോഭനം ഉണ്ടായാലും ആനുകൂല്യം വന്നാലും എന്നെ മറക്കാത്ത ഒരു സ്ത്രീ എൻ്റെ മകളൊരിക്കൽ ജനിക്കും. അപ്പോൾ വളഞ്ഞു ചുറ്റി പിശാച് കിടന്നുണ്ട്, ഇളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പ പറഞ്ഞ്, എൻ്റെ മകൾ നിൻ്റെ തലയെടുക്കും, കാണാൻ നമുക്കെന്ന് പറഞ്ഞു. അന്നാണ് അമ്മ ഉള്ളിൽ ജനിക്കുന്നത് അപ്പാട. അതാണ് ബന്ധം. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസ ബന്ധമുണ്ടായി പുണ്യമുണ്ടായി വർത്തിക്കാൻ. ആ വിശ്വാസത്തോടെ കാലുവരിയിൽ നിൽക്കും. വീഴത്തില്ലല്ലോ, വീഴാതെ അങ്ങ് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഴാത്ത മാതാവ്. കെട്ടടിക്കുന്ന മാതാവുണ്ട് അല്ലേ, അതെന്ത് ബേസ്മെൻ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വീഴാത്ത മാതാവിന് സുവിശേഷം ബേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിന്നെ വീഴ്ത്തത്തില്ല. കാര്യം എന്താ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചോരയെ ചവിട്ടിയാണ് നിൽക്കണത്. നിന്നെ വീഴ്ത്തത്തില്ല. ഞാൻ ദിവസവും കർത്താവിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നത്. കൈയിടിച്ച് കർത്താവ് ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും ഈ കൃപയുടെ വിഷയം പറയുമ്പോഴേ നമ്മുടെ ആദ്യം മുഴുവൻ അപ്പ ഒരു വിഷയമാണ് കേട്ടോ. കാര്യം ഈ ബേസ്മെന്റ് അപ്പയാ. നിങ്ങളുടെ സ്നേഹത്തിൽ ദൈവശാഖ വർദ്ധിക്കണമെങ്കിൽ എപ്പോഴും അപ്പായെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം വർദ്ധിക്കും. ഈശോനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഒക്കെ. അതല്ലേ പറഞ്ഞു, എൻ്റെ അപ്പ ആകർഷിച്ചിട്ടല്ലാതെ എൻ്റെ അടുത്ത് ആരും വരത്തില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം ത്രൂ ഫാദർ ഒരു വിഷയമാണ്. അപ്പാ ഇടയ്ക്കെങ്ങനെ വിളിച്ചേക്കണം കിടക്കാൻ നേരത്ത് ഒന്നും അപ്പാന്ന് വിളിച്ചു, അത്രയും വിളിച്ചു എഴുന്നേൽക്കുമ്പോൾ അപ്പാ. അതായത് ഈശോനെ അമ്മനെയും നമുക്ക് തന്നത്, പരിശുദ്ധാത്മ നൽകിയത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, ഞാൻ എനിക്കൊരു സ്വപ്നം കണ്ടേ, ഭയങ്കരമായൊരു സ്വപ്നം. അപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെളുത്തിങ്ങനെ ഈ പ്രകാശം പോലെ വെളുത്ത ഈശോ ബോഡി ഇങ്ങനെ വന്ന് നിൽക്കണം എൻ്റെ മുമ്പിൽ. അപ്പം രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട് നല്ലവണ്ണം. അമ്മയെ കണ്ട പോലെ അല്ല, അമ്മയെ നിനക്ക് തൊടാമായിരുന്നു വേണമെങ്കിൽ. ഇത് സ്വപ്നമാണ്. അതായത് ഈശോ ഉയർത്തുന്നിട്ട് ഈശോ വന്ന് നിൽക്കുകയാണ്. ഈശോ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ
ഈ ഈശോയുടെ ഇത്രയും കഴുത്തപ്പാടില്ലേ, അതൊക്കെ ഇങ്ങനെ തുറന്നിങ്ങനെ ഓപ്പണായിട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഉള്ളിലോട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക, പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പ്രകാശം വീഴുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാവോ, ഈ കൈയുടെ ആണിപ്പഴുതില്ലേ, ആണിപ്പഴുതൊക്കെ തുളയായിട്ട് അവിടെ മാംസം പോയിട്ട് ദൂരം വെച്ച് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഈ ആണിപ്പഴുതിട്ട് ഇങ്ങനെ ഈശോ കൈ അനങ്ങുമ്പോൾ ഈ പ്രകാശം ഇങ്ങനെ വീശി അടിക്കും, ഷോ ലൈറ്റ് പോലെ വീശി അടിക്കും. എന്നിട്ട് ഇതപ്പോൾ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉയർത്തുന്നതിൻ്റെ കർത്താവ്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞാണ് അമ്മയെ നേരിട്ട് കണ്ടത്. ഇത് ഇങ്ങനെ ഷോ ലൈറ്റ് പോലെ തന്നെ ഈശോൻ്റെ മുറിവുകളിൽ നിന്നെല്ലാം ഇങ്ങനെ പ്രകാശം വീശും. അപ്പോൾ ഇതൊരു പ്രത്യേക രൂപമായിട്ടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആള് അപ്പായുടെ നിൽക്കുക. അപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞ്, ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസത്തിൻ്റെ കാഴ്ചയാണടാ ഇത്. അപ്പായോട് നിൽക്കുക, അതായത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കുഞ്ഞാട് വിജയിച്ച് നിൽക്കുക. എന്നിട്ട് അപ്പായോട് സംസാരിക്കണുണ്ട്, നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ആ സ്വപ്നത്തിൽ ഈശോ അപ്പായോട് സംസാരിച്ചത് എന്തായിരിക്കും? അപ്പ കഴിഞ്ഞു, ഇനി പരിശുദ്ധാത്മാവേക്കാം. അപ്പ കഴിഞ്ഞു, ഇനി പരിശുദ്ധാത്മാവേക്കാം. അങ്ങനെ ഈശോ ചോദിച്ചിട്ടാണ് പരിശുദ്ധ. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിലയാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ മുമ്പിലൊക്കെ നമ്മൾ വരുമ്പോഴിങ്ങനെ നമ്മൾ സാഷ്ടാംഗം വീണ്, എൻ്റെ മക്കൾ, ഈ ക്രിസ്ത്യാനി കത്തോലിക്കന് എന്ത് സംഭവമാണിത്? നിങ്ങൾ കണ്ണുനീരോടെ എന്തെങ്കിലും നിങ്ങൾ കണ്ണുനീർ, കർത്താവേ എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. എനിക്ക് ആന്തരികമായി ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ എനിക്ക് എന്റെ വിശ്വാസത്തില് ആഴമായ ബോധ്യം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ആത്മാവിനെ നൽകണത്. അപ്പൊ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും നന്ദി പറയണം. കാര്യം പരിശുദ്ധാത്മാവ് ഈശോ അപ്പീസ്മെന്റ് നടത്തിയപ്പോഴാണ്, പരിഹാരം ചെയ്തപ്പോഴാണ് അപ്പ പ്രസാദിച്ചിട്ട് നമുക്ക് ആത്മാവിനെ നൽകണത്. അപ്പൊ കൃപ സ്വീകരിക്കാൻ പോകുന്നവരൊക്കെ അതിൻ്റെ പ്രോസസ്സ് അറിയണം. അപ്പാനെ ആരാധിച്ച് ഈശോനെ ആരാധിച്ചിട്ട് വേണം നമ്മൾ കൃപയിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പൊ നമ്മൾ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ദൈവം ബൈബിൾ മുഴുവനും നമ്മൾക്ക് അനുഭവവേദ്യമാകും. ദൈവം സത്തയില് ദൈവം ശക്തിയാണ് ശരിക്കും. ഇപ്പം നമുക്ക് ഇപ്പം ഇന്നാള് കുർബാനയും കൊണ്ട് ഇങ്ങനെ പോകുകയായിരുന്നു. കുർബാന ഇവിടുന്ന് എടുത്തിട്ട് ആശീർവാദം കഴിഞ്ഞ് ആദ്യ ചൊവ്വാഴ്ച അടക്കം ചെയ്യാൻ വേണ്ടി തിരിച്ചു പോണ സമയത്ത് ഒരു സ്ത്രീ പെടത്തിൽ താഴെ വീണു. ഇപ്പം ഞാനോടത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാനോടത്ത് ആരുടെ ചവിട്ടുകൊണ്ട് വീണാണെന്ന്. പിറ്റേ ആഴ്ച അവൾ സാക്ഷ്യം പറഞ്ഞു ഇവിടെ എന്ന് വെച്ചു. കുറേ വർഷങ്ങൾ രക്തസ്രാവ രോഗിയാണ്. കർത്താവ് ചെല്ലുമ്പോൾ ഈ അരളിക്കായിട്ട് ഇവളം തൊട്ടതേ ഉള്ളൂ, അപ്പത്തിന് രക്തസ്രാവം മാറി. പവറാണ് ശരിക്കും. അപ്പൊ എനിക്ക് ജോൺ പോളിനോടുള്ള ഇഷ്ടം, ജോൺ പോൾ കുർബാന എടുക്കുന്ന രീതി വ്യത്യാസമാണ്. ജോൺ പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നെറ്റിയെ കൊണ്ടുവന്നൊരു കണ്ണിറുക്കി നെറ്റിയിട്ട് ഉരക്കും. ഹീ നോസ്, അങ്ങർക്കറിയാം ആരാണെന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഈ ദിവ്യകുർബാനയിൽ ഈശോ എഴുന്നള്ളി വരാൻ വേണ്ടി മാത്രം ദൈവം കാണിച്ച കരുണയും ദൈവത്തിൻ്റെ ജ്ഞാനവും, ഇതൊരു വലിയൊരു മനുഷ്യബുദ്ധി, ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആണ് ഈ കുർബാന എന്ന് പറയണത്. കാര്യം നമുക്ക് സംലഭ്യമാക്കാൻ അണ്ടകടാഹങ്ങളെയും പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈശോയുടെ സാന്നിധ്യമായി അപ്പത്തിലേക്ക് ഒളിച്ചേർന്നിരിക്കുകയും നമ്മൾ കഴിക്കുമ്പോൾ ഈശോയുടെ ശക്തിയും നമുക്ക് ഉള്ളിലേക്ക് വരികയും അത് നിത്യജീവന് നമുക്ക് ആത്മാവിന് മഹത്വമായി മാറുകയും ചെയ്യുന്ന ഈ ഒരു വലിയ പ്രോസസ്സിൻ്റെ കണ്ടുപിടുത്തമാണ് ഈശോയുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സംഭാവന. കുർബാനയൊക്കെ സ്നേഹിക്കാൻ നേരത്ത് നമ്മൾ ആ ഒരു ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. വളരെ പതുക്കെ, വളരെ പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിച്ചാലും പിന്നെ മിണ്ടാണ്ടിരിക്കണം കുറച്ച് നേരമൊക്കെ, ആ ഒരു ചൈതന്യത്തിലിരിക്കണം. ഞാൻ ഇപ്പോൾ വിഷയത്തിൽ പറയണത്, ഇപ്പം ദൈവം നമുക്കറിയാമല്ലോ, ദൈവം ശക്തിയാണ്, പിതാവ് ശക്തിയാണ്. മത്തായി 26:64 പിതാവ് ശക്തിയാണ്.
പിതാവിൻ്റെ അതായത് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുന്നല്ല വചനയില്ലേ. പിതാവ് ശക്തിയാണ്, ഇനി പുത്രൻ ശക്തിയാണ്. അമ്മ എന്ത് ചോദിച്ച് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ ഇപ്പം എങ്ങനെ സംഭവിക്കും? ജീവിതത്തിൻ്റെ ഈ പ്രാരാബ്ദങ്ങളെ ഇനി വരാൻ പോകുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് അമ്മയ്ക്ക് വരാൻ പോയത്. ഞാൻ ഇപ്പൊ ഫാത്തിമ രഹസ്യങ്ങളുടെ 100 കൊല്ലം തികയല്ലേ. ഇപ്പോഴും പരിശുദ്ധ അമ്മയെ സഹരക്ഷകയാണെന്ന് പറയാൻ സഭ എന്തിനാണ് പമ്മണത്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടി? വത്തിക്കാൻ സൂചന ദിവസത്തിൽ അമ്മയെക്കുറിച്ച് മര്യാദക്കൊരു ഭംഗിയുള്ള ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റാഞ്ഞ എന്തുകൊണ്ട്? പ്രൊട്ടസ്റ്റന്റുകാരെന്ന് പറയുന്ന വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എന്തും ആയിക്കോട്ടെ. പക്ഷേ കത്തോലിക്ക സഭ, തിരുസഭ അമ്മയെ സഹരക്ഷകയായി, അതായത് യേശുവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ പങ്കാളിത്തമാണ്. മനുഷ്യനെ പങ്കാളിയാകാൻ ദൈവം തെരഞ്ഞെടുത്ത ആളാണ് അമ്മ. കൈ അടിച്ചു കർത്താൻ അതെന്ത് സംഭവം എന്നറിയാവോ? നമ്മൾ ഇപ്പോഴ് ഈശോയെ രക്ഷകനാണെന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് നമ്മുടെ മേലുള്ള ശിക്ഷ ദൈവം അവൻ്റെ ശരീരത്തിൽ വിധിച്ചു. അങ്ങനെ അവൻ സഹനദാസനായി മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവപിതാവിന്റെ തിരുസന്നിധിയിൽ അവൻ പരിഹാരം ചെയ്തപ്പോൾ ആ സഹനദാസനായിരിക്കും ലോകരക്ഷകനെന്ന് ആദ്യം വെളിപ്പെടുത്ത ഐസയ്യയാണ്. ഐസയ്യയുടെ 53 തിരുവചനങ്ങളിലുണ്ട്. ഈശോ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. ഞാൻ ചില സമയത്ത് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മ പറഞ്ഞത്, എടാ ഇത് തന്നെയല്ലേ അമ്മക്കും സംഭവിച്ചതെന്ന്. അതായത് ഈശോ സഹനദാസനാണെങ്കിൽ അമ്മ സഹനദാസിയാണ്. എങ്ങനെയാണ് സഹനദാസി എന്ന് പറയുന്നത്? ഈശോ സഹനദാസനായതുകൊണ്ടാണ് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ പാപം, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ പരിഹാരം ചെയ്തതെന്ന് എഴുതുമ്പോൾ ഐസയ്യ കണ്ട വികൃതഘോരമായിരുന്നത് മനുഷ്യരെന്ന് കണ്ട പറയത്തില്ലെന്ന് പോലും ഐസയ്യ പറഞ്ഞു. കാര്യം ഈ പാപഭാരമെല്ലാം ചമ്മട്ടി അടിയും കുരിശും താഴെ വീഴിക്കലും കുരിശു ചുമക്കലും എല്ലാം കണ്ട് കുരിശു മുൾക്കുരിയുടെ കുത്തിക്കയറ്റി തലയെ വെച്ച് അതിൻ്റെ രാത്രി മുഴുവൻ ഉറക്കം നിന്ന് നീരും കയറി അവസാനം നീര് നിറഞ്ഞ മുഖം, അടികൊണ്ട് ചെതിരി മുഖം, ഒരു വികൃത കോലം. അവനെ കണ്ട മനുഷ്യരെന്ന് പറയത്തില്ല. അപ്പൊ നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തെന്ന്, അവൻ സഹനദാസനാണെന്ന്. ആ സഹനദാസന്റെ സഹനദാസ്യപ്രവൃത്തിയാകുന്ന കുരിശിൻ വർണ്ണത്തിലാണ് അപ്പം പാപത്തിന് പരിഹാരമായിട്ട് അപ്പം പ്രസാദിച്ചെന്നും ആ പ്രസാദത്തിലാണ് കൃപയുണ്ടായെന്നും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈശോ രക്ഷകനാണ്. രക്ഷകൻ എപ്പോഴും സഹനദാസനാണെങ്കിൽ ഇപ്പോഴേ ഈ ഫാത്തിമയുടെ 100 വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, തിരുസഭ അമ്മയെ സഹരക്ഷകയായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോഴൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മേരി ഓഫ് പാറ്റിയാണ് നമ്മൾ ഇപ്പോഴും സഭ പ്രചരിപ്പിക്കണം. അത് 10 കൃത്യങ്ങളുടെ മാതാവ്. അത് പുണ്യാളന്മാരും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്താ പ്രത്യേകിച്ച് മാതാവിന് പ്രത്യേകിച്ച് പ്രസക്തി ഉള്ളത് അല്ല. അപ്പൊ മാതാവിന് 10 കൃത്യങ്ങളെക്കാൾ ഉപരി രക്ഷാകര നടപടിയിൽ മാതാവിന് സഹരക്ഷകത്വം ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മയുടെ അധികാരം വർദ്ധിക്കും. അമ്മയ്ക്ക് അധികാരമുണ്ട്, പക്ഷെ സഭയ്ക്ക് അറിയണം അത്. ഒരു മനുഷ്യനുള്ള അധികാരം അറിയുന്ന അനുസരിച്ചാണ് അവരിൽ നിന്ന് നമുക്ക് ആനുകൂല്യം കിട്ടണത്. ഇല്ല, ഇപ്പൊ നമ്മുടെ കളക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്, നമുക്ക് ആവശ്യമായ എന്തെല്ലാം അധികാരം അയാളത്തുണ്ടെന്ന് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് എന്തുമാത്രം അധികാരമുണ്ടെന്ന് സഭയുടെ മക്കൾ അറിഞ്ഞാൽ മാത്രമേ അമ്മയെടുക്കുന്ന നമ്മൾ ചോദിക്കാനോ ക്രിസ്ത്യമായിട്ട് വളരാനോ സാക്ഷിയായിട്ട് ജീവിക്കാനോ അതുപോലെ എളുപ്പവഴികളിലൂടെ ദൈവതിരുസന്നിധിയിൽ, അതായത് 1-2 അച്ഛനോ കന്യാസ്ത്രീയോ വിശുദ്ധന്മാരാണ് കുറിച്ച് ഞാൻ പറഞ്ഞു, തെറ്റാണെന്നല്ല, അവരെല്ലാം വിശുദ്ധന്മാർ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രസക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിന് അതിജീവിക്കാൻ പറ്റിയ, നാളെ കാലങ്ങൾ ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ
സർവ്വജനീനമായും സാർവകാലികമായിട്ടുള്ള എല്ലാ ജനതകൾക്കും എത്രയും വേഗം ദൈവവിശുദ്ധി ജീവിക്കാൻ കഴിയും എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധമ്മയുടെ ആധ്യാത്മികത നമ്മൾ സ്വാംശീകരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന അധികാരം, രക്ഷാകരത്തെടുത്തത് അമ്മയുടെ അധികാരം, അത് അംഗീകരിച്ചു കൊടുക്കണം. സഭയെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ ബാധ്യതമാകുന്നതിന് വേണ്ടി, ആ ഒരു ഉൾക്കാഴ്ച ലഭിക്കാൻ വേണ്ടി, സഭ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി, ആചാര്യകൾക്ക് തിരിച്ചറിവ് നൽകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അമ്മ സകരക്ഷയായിട്ട് സഭ ഉയർത്തി കഴിഞ്ഞാൽ അമ്മയിൽ നിർലീനമായിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് സഭയ്ക്ക് കാഴ്ചപ്പാട് ലഭിക്കും. ഇപ്പൊ ഒരു കളക്ടറിന് എന്തെല്ലാം അധികാരമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ആ അധികാരം അനുസരിച്ച് നമുക്ക് സമീപിക്കാൻ കഴിയും, ഇല്ലേ? അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കും. അത് ആത്മാവിൽ വളരാനാണെങ്കിലും അങ്ങനെ തന്നെ. ഈ അമ്മ സഹരക്ഷകയാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സഹരക്ഷകൻ എന്നുള്ളതിന്റെ അടയാളം ബൈബിളിലുള്ളത്, ബൈബിളിലുള്ള എവിടെയുള്ളത്? ഐസയായുടെ തിരുവചനങ്ങളിലാണ്. ഉണ്ടോ? നോക്കിയേ, അതായത് ഐസയ സഹനദാസൻ 4 ഐസയ 53 ഓരോ വരികളും പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അമ്മയ്ക്കും സൂട്ടാ. ഇതിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പളായിട്ടുള്ള പല കാര്യങ്ങളും അമ്മയ്ക്ക് സൂട്ടാണ്. അതായത് ഉദാഹരണത്തിന്, അവൻ നിന്ദിക്കപ്പെട്ടു. ഐസയ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അതാണ് ഐസയ 53:4. അതാണ് ലൂക്ക 2:35 പറയണത്. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അവളും വഹിച്ചത് തന്നെയാണല്ലോ. ലൂക്ക 2:35 എന്താ പറയണത്? ശമയോൻ എന്താ പറഞ്ഞത്? ജനങ്ങളുടെ വേദന വഹിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ പ്രവേശിക്കും. അത് ലൂക്ക 2:35. അപ്പൊ ആ വചനം ലൂപ്പ് ചെയ്ത് വരുമ്പോ അമ്മ സഹരക്ഷയാകും. എന്താ കാര്യം? നമ്മുടെ വേദനകൾ ഈശോ എടുത്ത പോലെ തന്നെ അമ്മയും ഈശോ ലോകത്തിൽ നൽകുന്നതിന് വേണ്ടി വഹിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോഴും അതുപോലെയുള്ള വചനങ്ങൾ ഇനിയുമുണ്ട്. അതായത് എങ്കിലും അവന്, അതായത് ഐസയ 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഒന്നും ഉരിയാടിയില്ല. അതാണ് ഐസയ 53:7. ഒന്ന് പറഞ്ഞ, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവനൊന്നും ഉരിയാടിയില്ല. അങ്ങനെ മർദ്ദിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും അമ്മയും ഒന്നും ഉരിയാടിയില്ലെന്നാണല്ലോ സുവിശേഷം പറയണത്. ലൂക്ക 2:19, ലൂക്ക 2:52. പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളിൽ എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ടില്ലേ? ഔഷപിതാവിന് സംശയം വന്നപ്പോൾ തന്നെ പീഡിപ്പിക്കലായില്ലേ? പിന്നെ ഇങ്ങോട്ടുള്ള വഴിയാത്രകളെല്ലാം മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടമ്മ. ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ ശരീരം മാത്രമല്ല, മനുഷ്യൻ മാനസികമില്ലേ? മാനസികമായ പീഡനങ്ങളാണ്. ഈശോയ്ക്ക് ശാരീരികമായ പീഡനവും മാനസികമായ പീഡനവും ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് മാനസിക പീഡനമാണ് കൂടുതലുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈശോ പോലും മാനസികമായ പീഡനം ഉണ്ടാക്കിയല്ലോ. ഇപ്പോഴേ ആ പാടൊരു മരപ്പണിക്കാരൻ ഉളിയും കൊട്ടുവടിയും എടുത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെത്തിക്കൂട്ടി കൊടുത്ത് വല്ല കട്ടിലെ കസര ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം വീട്ടിൽ കഞ്ഞി വെക്കാൻ. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പോകും, ആ പണയം കഴിഞ്ഞിട്ടും രാത്രി വരുമ്പോൾ ഉള്ളത് മറിയത്തിന് കൊടുക്കും. അതിൽ നിന്ന് ഇറ്റുകൂട്ടുണ്ടാക്കിയാണ് പെരുന്നാളിന് പോകാൻ കാശ് കൂട്ടി വെക്കണം. കൂച്ചിൽ ഒരാളിൻ്റെ വരുമാനത്തിൽ നിലയുണ്ടാകണം.
ഈ കാശ് കൂട്ടി വെച്ച് ഒരു കൊല്ലം മുഴുവനും നക്കാപ്പിച്ച കാശ് കൂട്ടി വെച്ച് അവസാനം പെരുന്നാളിന് പോയി. പെരുന്നാളിന് കുടുംബസമേതം പോയി തിരിച്ചു വന്നു. ഔസപിതാവിൻ്റെ കയ്യിൽ ഉണ്ണീശ ഉണ്ടെന്ന്, മകനുണ്ടെന്ന്, അമ്മയുടെ കയ്യിലുണ്ടെന്ന് ഔസപിതാവ്. 2 ദിവസത്തെ വഴി തിരിച്ച് നടന്നപ്പോൾ 2 പേരുടെ കയ്യിലില്ല. ഇപ്പം എന്നാ പറ്റണത്? നാഴക വെള്ളത്തിൻ്റെ കാശ് പോലും കയ്യിലില്ല. ഒരു കൊല്ലം മുഴുവൻ കൂട്ടിയ കാശാണ്. ഇനി തിരിച്ചു പോകണം, ആളെ കണ്ടുപിടി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. 3 ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയത്. 3 ദിവസം അവിടെ ചെന്ന് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞു. 1 ദിവസം മുഴുവൻ തിരിച്ചു നോക്കിയിട്ടാണ് ആളെ കിട്ടിയത്. കിട്ടിയിട്ട് ആളെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പം ഈശോ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കുന്ന ആളാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ദാറ്റ്സ് ഓക്കെ. ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളോട് നമ്മുടെ മക്കൾ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? പണിയായിരിക്കും, ഇല്ലേ? കാര്യം ഇവിടെ ഉച്ചയും കയറി വെയിലും കൊണ്ട് പട്ടിണിയിൽ നിന്ന് കണ്ണും തലയും പോയി ഗ്യാസും കയറിയാണ് ഈ നക്കാപ്പ് വെച്ച ഇനിയാണ് ആളെയും കൊണ്ട് പോരേണ്ടത്, ഇല്ലേ? എന്നിട്ട് മിണ്ടിയില്ല. ഉടനെ ബൈബിൾ പറയണത് ഇത്രയും ഒരു മാനസിക സംഭ്രമം ഉണ്ടാക്കിയ സമയത്ത് അമ്മ അവിടെയാണ് പറയണത് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന്. അതാണ് ബൈബിൾ പറയണത്. എന്താ പറയണത്? എങ്കിലും അവനൊന്നും ഉരിയാടിയില്ല. അതിനോട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൾ ഒന്നും ഉരിയാടിയില്ല. അതാണ് ലൂക്ക 2:19, ലൂക്ക 2:51. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ സഹരക്ഷകയാ ശരിക്കും. കാര്യം സഹനദാസനാണ് ഈശോ എങ്കിൽ സഹനദാസിയാണ് അമ്മ. അപ്പൊ സഹനദാസിയായ അമ്മയുടെ ഓരോ നിലപാടുകളും അങ്ങനെ ആ രീതിയിലാണ്, ഓരോ രീതികളിലും വരുന്നത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും അധികാരമുള്ളത്. ഈ അധികാരം നമ്മുടെ സംഭ്രമം മാറി നമ്മൾ ചങ്കൂറ്റത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആളെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണത്, ദൈവം തന്നിരിക്കണത്. അവളുടെ ആധ്യാത്മികതയെ വളർന്നാൽ ഈശോനെ നമുക്ക് പെട്ടെന്ന് പ്രാപിക്കാൻ പറ്റുമെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം. അതിനുവേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിക്കാം നമുക്ക്. അത് സഹനദാസന് ഐസയ്യ 53:8. മർദ്ദനത്തിന് ശിക്ഷാവിധിക്ക് അധീനായി അവൻ ഇറക്കിയെടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നതിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു? അതാണ് ഐസയ്യ 53:8. എൻ്റെ ജനത്തിൻ്റെ എന്ന് പറഞ്ഞേ, എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അപ്പൊ ജീവിക്കുന്ന ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ആളാരാണ്? ഈശോനെ പോലെ അമ്മയും ജീവിക്കുന്ന ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടയാളാ. എങ്ങനെയാ അത് വരണത്? ഒരു കാര്യം അറിയാമല്ലോ, ഈ നമ്മൾ ഇന്നലെ കണ്ട കിർനെ സീസറിന്റെ സെൻസസ് ഇല്ലേ? കിർനെ സീസറിന്റെ സെൻസസ് ലുക്കായുടെ സുവിശേഷത്തിലുണ്ടായി. അതായത് ലുക്കായുടെ സുവിശേഷത്തിന്റെ ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ശ്രുതിയുടെ ഹല്ലേലൂയ 2:1. പ്രൈസ് ദി ലോർഡ്. അക്കാലത്ത് ലോകമാസകലമുള്ള ലുക്ക 2:1. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരിനേയോസ് സിറിയായി ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും തന്താങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിക്കുന്ന സമയമില്ലേ, അതായത് 9 മാസവും 9 ദിവസത്തിന് വേണ്ടി ആ 7 ദിവസമാണ്, അന്ത്യനിമിഷങ്ങളിലാണ് ഈ ജീവിക്കുന്നവരുടെ അന്നാവന്മാരുടെയും യോവാക്കിൻ്റെയും സ്വന്തം കുടുംബത്തിൽ നിന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ത്രീയുടെ ഏറ്റവും സുരക്ഷിതമായ സമയം എന്താണ്? പ്രസവ സമയമാണ്.
അതിനാണ് ഏറ്റവും അരക്ഷിതമായിട്ട് സ്വന്തം അപ്പൻ്റെ അമ്മയ്ക്ക് നിന്ന് എടുത്തു മാറ്റപ്പെടുക. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈശോനെ പോലെ തന്നെ സംഭവിച്ചത്. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ്. ഇപ്പം ഇത് മനസ്സിലായില്ലേ? അതായത് കിരണസിസ്റ്റൻ്റെ സെൻസസ് ഉണ്ടാകാനോ ഇതുപോലെ ഗർഭരാത്രിയിൽ ഓടി നാടുവിട്ടു പോകാനും എന്താണ്? ജനത്തിൻ്റെ പാപനിമിത്തമാണെന്ന്. ജനത്തിൻ്റെ പാപനിമിത്തമാണ് കിരണ സീസറിൻ്റെ സെൻസസ് ഉണ്ടാകുകയും ഉണ്ണീശ്വരൻ വയറ്റിലിട്ടുകൊണ്ട് സ്വന്തം വീട് വിട്ടു പോകാനും മര്യാദക്ക് സമാധാനത്തിൽ അമ്മയുടെ കൂടെ നിന്നിട്ട് സ്വന്തം വീട്ടിൽ ജീവിച്ച് പ്രസവിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം എന്താ? ജനത്തിൻ്റെ പാപനിമിത്തമാണെന്ന്. അവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ. എൻ്റെ അർത്ഥം, ജനത്തിൻ്റെ പാപനിമിത്തം ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ ഈശോ പങ്കാളിത്ത പോലെ തന്നെ സഹരക്ഷകയായി അമ്മയും പങ്കെടുത്തു എന്നാണ് ഐസയായുടെ വചനങ്ങൾ. മാതാവിൻ്റെ ലൂക്കായുടെ ഐസയായുടെ 53:8, ലൂക്കായുടെ 2-ാം അധ്യായം 1 തൊട്ട് 3 വചനങ്ങൾ വരെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തന്നെയാണ് മത്തായി 1:14 പറയണത്. ഈ ഈജിപ്തിലേക്കുള്ള യാത്രയിലും ഈജിപ്തിലേക്ക് പോകുന്നതും അത് തന്നെയാണ്. പിന്നീട് ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ അസത്തിലൂടെയല്ല പോണത്. പിന്നീട് ഈ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ഈജിപ്തിലോട്ട് പോകുകയല്ലേ പോണത്. അതിനെക്കുറിച്ച് മത്തായി ശ്രീക്ക് എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2:14 മത്തായിയുടെ സുവിശേഷം. അവർ പോയി കഴിഞ്ഞപ്പോൾ, അതായത് പൂജ്യരാജാക്കന്മാർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. പാലായനം ചെയ്യുകയാണ്. ഈ പാലായനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഉണ്ണി ചോരക്കുഞ്ഞിനെയും കൊണ്ടുള്ള പാലായനം എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ മാക്സിമമാണ് ഇല്ലേ? ഒരു ചോരക്കുഞ്ഞിനെ കൊണ്ട് പലായനം ചെയ്യുക എന്ന് പറയുന്നത് വീടും സ്ഥലവും പേരൊന്നുമില്ല സ്ഥലത്തേക്ക്, അപരിചിതമായ രാജ്യത്തേക്ക് നാട് കടത്തപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ജനത്തിൻ്റെ പാപനിമിത്തമാണ് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അവർ പലായനം ചെയ്യപ്പെട്ടത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതിനെക്കുറിച്ച് ഐസയ്യാ 53:9 പറയണത്, അവന് ക്ഷതമേൽക്കണം എന്നത് കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നുവെന്ന്. കാരണം എന്താ? സഹനക്കുഞ്ഞാടെ ബലിക്കുഞ്ഞാടല്ലേ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമാകാൻ വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന് അപരാധം മേടിക്കുക. ഇവരാരും ചെയ്യാത്ത കുറ്റത്തിന് കിട്ടുന്ന അപരാധങ്ങളെല്ലാം അവൾ അവൾ ഇപ്പം നിന്റെ ഹൃദയത്തിൽ ഒരു വാള് പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ വാള് പ്രവേശിക്കണമെന്ന് ഉള്ളത് ഐസയ്യാ 53:9 അനുസരിച്ചുകൊണ്ട് അവിടെ ഹൃദയത്തിൽ വാള് പ്രവേശിക്കണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. അപ്പം എന്താ? അമ്മ സഹനദാസിയായി. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ വരണത് ഐസയ്യാ 53:10 പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ ഈശോ കുരിശിൽ മരിക്കുമ്പോഴേ ഈ മരണത്തിൽ നിന്ന് അവിടുന്ന് നൽകിയ കൃപയുടെയും പാപക്ഷമയുടെയും അധികാരത്താൽ ജനകോടികളും ജന്മാന്തരങ്ങളിലൂടെ ദൈവത്തിൻ്റെ മകളായി വളരുന്ന വലിയ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് അവിടുന്നാണ് അവന് ക്ലേശങ്ങൾ വിട്ടുകൊടുത്ത് പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ ഈശ്വര ഉള്ളിലുണ്ടായ പ്രത്യാശയെ പറഞ്ഞ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ സഹരക്ഷകയായി കൂടെ നിന്ന് അമ്മയില്ലേ, അപ്പോഴല്ലേ ഈശോ പറയണത് ഇതാ നിന്റെ അമ്മയെന്ന്. അവ സന്തതി പരമ്പര അമ്മയ്ക്കും കിട്ടിയിപ്പ. ഈ ഐസയ്യാ പറയണ 53:10 പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൾ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും. അപ്പൊ അവൻ എന്ന് സ്ഥലത്ത് അവളെന്ന് ചേർത്താലും കറക്റ്റാണ്. കാര്യം ആ സമയത്താണ് ഈശോ പറയണത്. എന്ത് പറയണത്? 19:27 യോഹന്നാന്റെ സുവിശേഷം, ഇതാ നിന്റെ അമ്മയെന്ന്. ഈശോ പാപപരിഹാര ബലിയെ തന്നെ അർപ്പിക്കുമ്പോൾ ആ രക്തത്തിൽ ജനിക്കാൻ പോകുന്ന പുതിയ ഇസ്രായേലിനെ കാണുമ്പോൾ അതാണ് സന്തതി പരമ്പര. ആ സന്തതി പരമ്പരയുടെ അമ്മയാണ്
ഈശോയുടെ അമ്മ എന്ന് പറയുമ്പോൾ സകരക്ഷകയായത് കാരണമാണ് ഈ അമ്മയുടെ പദവി ലഭിച്ചതെന്നുള്ള സൂചനയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. കൈ അടിച്ചു കർത്താവേ ആരാധന.